യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മീനു സജീവ്. ഇപ്പോൾ ഇരുട്ടത്തിരിക്കുകയാണ്. കാരണം ഈ വീട് ഇന്ന് ബാങ്ക് ജപ്തി ചെയ്തു. മീനു സജീവിന്റെ അച്ഛൻ ക്യാൻസർ പേഷ്യന്റാണ്. RCCന്ന് കീമോ കഴിഞ്ഞിട്ട് വന്ന് വിശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ മരുന്ന് പോലും എടുക്കാൻ സമ്മതിക്കാതെയാണ് ബാങ്ക് ജപ്തി ചെയ്തത്, ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നത്. കൂടാതെ ഇവർക്ക് 2 മക്കളുണ്ട്. +2 പഠിക്കുന്ന ഒരു കുട്ടി, അടുത്ത കുട്ടിക്ക് നാളെ പരീക്ഷ ഉള്ളതാണ്. ആ പരീക്ഷയുടെ പുസ്തകമൊക്കെ ഇതിനകത്തിലാണ് ഇരിക്കുന്നത്. അതൊന്നും എടുക്കാൻ സമ്മതിക്കാതാണ് ബാങ്ക് ഈ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് എന്തെങ്കിലും നേരത്തെ ഇവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരുന്നോ? ഈ ബാങ്ക് ഇന്ന ദിവസം വരുമെന്നോ, നിങ്ങൾ ഇറങ്ങണമെന്നോ അടയ്ക്കണമെന്നോ? അങ്ങനെ കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഈ മാസം ലാസ്റ്റത്തേക്ക് അവർ വരത്തുള്ളൂ. അപ്പൊ അപ്പോഴത്തേക്ക് നിങ്ങൾ അടയ്ക്കാനുള്ള എമൗണ്ട് അടയ്ക്കണം, 5.5 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം 5.5 ലക്ഷം രൂപ നമുക്ക് ഒരുമിച്ച് അടയ്ക്കാൻ പറ്റത്തില്ല, പകുതി അടയ്ക്കാന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞ് പകുതി അടച്ചാലും നിങ്ങൾ 1 ലക്ഷം അടച്ചാലും 50,000 അടച്ചാലും ഒന്നും ഇത് മാറത്തില്ല. നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ 5.5 ലക്ഷം ഒന്നിച്ചടയ്ക്കണം, പിന്നെ അതിന്റെ നോട്ടീസ് ചാർജ്, അങ്ങനെ കുറെ ചാർജസ് ഒക്കെ പറഞ്ഞു. എത്ര രൂപയാണ് നമുക്ക് മൊത്തം പെൻഡിങ് ആയിട്ടുള്ളത്? 5.5 ലക്ഷം രൂപ എന്നാണ് അവർ പറയുന്നത്. മൊത്തം നമ്മൾ എത്ര രൂപയാണ് ഈ വീടിന് വേണ്ടി എടുത്താണോ? എത്ര രൂപയാണ്? നമുക്ക് 19 ലക്ഷം. 19 ലക്ഷം. ബാക്കിയൊക്കെ അടച്ചു? ഓക്കെ അടച്ചു. എത്ര വർഷത്തിന് മുന്നേ ഉള്ള ഒരു ലോൺ? 2018 എടുത്താണ്. ബാക്കിയെല്ലാം കൃത്യമായിട്ട് അടച്ചു. ഇപ്പൊ എന്താണ് ഈ ഒരു മുടക്കം വരാൻ കാരണം? എന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ആ സമയത്താണ് നമ്മൾ വീട് വെക്കാൻ ആലോചിച്ച് ഈ ലോണൊക്കെ എടുത്തത്. അതിനുശേഷം വീടെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് UK പോവാനായിട്ട് ഒരാളുടെ കയ്യിൽ നമ്മൾ 4 ലക്ഷം രൂപ അയാള് പൈസ വാങ്ങിച്ച് മുങ്ങി. അപ്പൊ അത് കേസായി. ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടിയില്ല. ആ പൈസ നമ്മൾ പലിശക്ക് എടുത്താ കൊടുത്തേ. അപ്പൊ മാസം നമ്മള് ഈ ബാങ്കിൽ അടയ്ക്കേണ്ട ഈ പൈസയാണ് പലിശ ഇനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പലിശ മുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങളാ അങ്ങനെയാണ് നമ്മുടെ അടവ് മുടങ്ങിയത്. പക്ഷെ ഇതൊന്ന് സംസാരിക്കാനോ ബാങ്കിനെ നമ്മുടെ അവസ്ഥ ഒന്ന് ബോധ്യപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ചായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇതേപോലെ ഇവര് ആദ്യം ഒരു വട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാവേലിക്കര ബ്രാഞ്ചിൽ പൈസ അടയ്ക്കാൻ ചെന്നപ്പോൾ അവർക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലെന്നാണ് അന്നത്തെ മാനേജർ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ തിരുവനന്തപുരത്തോട്ടാ ഹൗസിംഗ് ലോണിന്റെ ഒക്കെ. അതിപ്പം നിങ്ങൾക്ക് ലോൺ തന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടുന്ന്, ബാക്കി കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്തൊക്കെ അതിന്റെ ഹെഡ് ഓഫീസിലാണ് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വ്യക്തിക്ക് ഈ തിരുവനന്തപുരത്ത് ഓഫീസിൽ ആരെങ്കിലും വഴി കാണാനോ സംസാരിക്കാനോ എന്തെങ്കിലും രീതിയിൽ ഇടപെടൽ നടത്താനൊക്കെ കഴിയുന്നതല്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ കോടതി മുഖേന ഇത് സ്റ്റേ വാങ്ങിക്കാൻ നോക്കി. അപ്പൊ ഇവര് തന്നെ നമ്മളോട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഇനി കോടതി മുഖേന ചെയ്താലും നിങ്ങൾക്ക് കോടതി പറയും ഒരുപക്ഷെ നിങ്ങൾ 4 ലക്ഷം അടയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അടച്ചേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് സ്റ്റേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ എന്ത് വന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ ഫുൾ എമൗണ്ട് കുടിശ്ശിക എത്ര ആണോ അത്ര അടച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ശരി. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുട്ടിലായി. ഇന്നിപ്പോ നമുക്ക് പോകാൻ ഒരു സ്ഥലമില്ല, എവിടെ കിടക്കുമെന്ന് അറിയില്ല. അച്ഛൻ ട്രീറ്റ്മെന്റിലാണ്, അച്ഛന് മരുന്ന് കൊടുക്കണം. അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, മക്കളും ഉണ്ട്, ഭർത്താവുണ്ട്. മക്കൾക്ക് നാളെ പരീക്ഷയാണ്. ഇന്നലെ പരീക്ഷ തുടങ്ങി. പുസ്തകം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നുമില്ല, പഠിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതാണ് നിലവിലത്തെ അവസ്ഥ. ശരി, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്കുകാർ പറയുന്നത് ഇനി 5.5 ലക്ഷം രൂപ നമ്മൾ അടച്ചെങ്കിലേ കോടതി ഇടപെട്ടവര് നമുക്ക് കീ തരുത്തോളം എന്നാണ്. പക്ഷെ നമുക്ക് ഇപ്പം നാളെ 5.5 ലക്ഷം രൂപ അടയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഇനി ഇത് പൊളിച്ചു കയറാന്നല്ലാതെ ഒരു മാർഗം. പൊളിച്ചു കയറാനാണോ അതാ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ ചെയ്യാനും അതിന് ഇതൊരു പരിഹാരം ആവത്തില്ല. പരിഹാരം നമുക്ക് സാവകാശം വേണമെന്ന്. ആരെങ്കിലും അല്ലാതെ ഇടപെട്ടോ ഈ വിഷയത്തിൽ? നമ്മുടെ നേതാക്കന്മാരോടൊക്കെ സംസാരിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇന്ന് ഞാൻ 3 മണിയാകുമ്പോ ഇവിടെ വരുമ്പോഴാണ് ബാങ്കുകാർ ഇത് പൂട്ടിയിട്ട് പോയി. പക്ഷെ അവര് ഏതോ ഒരു സെക്യൂരിറ്റി ഏജൻസി ഏൽപ്പിച്ചു, അവരാണ് ഇവിടെ കാവല് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ വന്നപ്പോഴും ആളിവിടെ ഉണ്ട്. അപ്പം MP യെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച് സംസാരിപ്പിച്ചു. മാവേലിക്കര MLA അരുൺകുമാർ MLA സംസാരിച്ചു, കൊടിക്കുന്നിൽ സുരേഷ് MP സംസാരിച്ചെങ്കിലും അവരത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. പിന്നെ ഇപ്പൊ വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ മരുന്നും കുട്ടികളുടെ പുസ്തകവും കാര്യങ്ങളും എല്ലാം ഇതിനകത്താണ്. അപ്പം പോലീസ് എന്താ പറയുന്നത്? അപ്പൊ CA പറഞ്ഞത് ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നാളെ ബാങ്കില് മാനേജരുമായിട്ട് സംസാരിക്കാവുന്ന. പക്ഷെ നാളെ രാവിലെ 9 മണിയാകുമ്പോ സ്കൂളിൽ പോകണ്ടേ, നാളെ പരീക്ഷ ഉള്ളതല്ലേ. അതാണിപ്പോ വലിയ പ്രതിസന്ധിയിലാണ് ഇവരിപ്പോ ഉള്ളത്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇന്നിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് എങ്ങനെയാണ് നേരം വെളുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അച്ഛന് സുഖമില്ല, മരുന്ന് കൊടുക്കണം, കുട്ടികളുണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് തറയിൽ കിടക്കാൻ പറ്റുന്ന ആളല്ല. അച്ഛന് ക്യാൻസർ വന്നതിന് ശേഷം ഇപ്പൊ അച്ഛനിപ്പോ മറിഞ്ഞു വീണ് 1 വർഷക്കാലം കോട്ടയത്ത് ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ അച്ഛന് നടക്കുന്നതിനും ബുദ്ധിമുട്ട്, തറയിൽ കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേറെ പോകാൻ സാഹചര്യം ഇല്ല. അപ്പൊ ഇന്ന് ഇപ്പം എന്ത് വന്നാലും എന്റെ നാട്ടുകാരുണ്ട്,
എൻ്റെ പാർട്ടിയുടെ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ വീടിന്റെ ഉടമസ്ഥ. മീനു സജീവ് എന്നാണ് പേര്. ഇപ്പം ഈ വീട്ടില് കോൺഗ്രസ് നേതാവ് KP ശ്രീകുമാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, ശരിക്കും ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻ ഇവർ കൊടുത്തില്ലേ? ഒരു മുന്നറിയിപ്പ് ഒന്നും മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി മുന്നറിയിപ്പ് കൊടുത്താൽ തന്നെ എല്ലാ നിയമങ്ങളും മനുഷ്യന് അവന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ലേ. ഇത്ര മനുഷ്യത്വരഹിതമായ ഒരു സമീപനം കാണിക്കാൻ കഴിയുമോ? ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം മിനിങ്ങാന്ന് RCCയിൽ കീമോയ്ക്ക് വിധേയനായ ആളാണ്. നാക്ക് മുറിച്ചു, സംസാരിക്കാൻ കഴിയുന്നില്ല. മരുന്ന് പോലും അദ്ദേഹത്തിന് മരുന്ന് ഉൾപ്പെടെ ആ വീടിനുള്ളിൽ ഇരിക്കണം. ആ മരുന്ന് പോലും കൊടുക്കാൻ തയ്യാറാകാതെ അദ്ദേഹത്തെ പിടിച്ച് വീടിന് പുറത്തിറക്കിയ ശേഷം 2 കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞു. ഒരാൾ +1 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഒരു കുഞ്ഞ് 9ാം ക്ലാസ്സാണ്. ഈ നിമിഷം വരെ അവർക്ക് ഈ വീടിനകത്ത് കയറാൻ കഴിയാതെ ഇരുട്ടത്ത് ഇവർ ഈ പുറത്ത് ഇരിക്കുകയാണ്. ഇതെന്ത് നിയമമായാലും ഇത് കണ്ണും കാതുമില്ലാത്ത നിയമമാണ്. ഇത്തരം നിയമങ്ങളല്ല ഈ നാടിന് വേണ്ടത്. ഇത് ബ്ലേഡ് കമ്പനിക്കാർക്ക് അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയും താല്പര്യത്തിന് വേണ്ടിയും ഒരുപക്ഷെ നിയമത്തെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇതിനുശേഷം നമ്മുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ബാങ്കിനെ ബന്ധപ്പെട്ടിരുന്നോ? ബാങ്കിനെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ പണം അടയ്ക്കാതെ ഇവരെ ഇനി വീട്ടിൽ കയറ്റാൻ അതുവരെ ഇവർ എവിടെയെങ്കിലും കഴിഞ്ഞോട്ടെന്നാണ് പറയുന്നത്. ഇവരുടെ വളരെ പദ്ധതിക്കായ ഈ സിറ്റുവേഷനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോൾ അവർക്കതൊന്നും ഒരു വിഷയമല്ല. അവർ പറയുന്നത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് പലിശ കിട്ടണം. മരുന്ന് എടുക്കുന്നതിനെ കുറിച്ച്, കുട്ടികളുടെ പുസ്തകം ഇതെല്ലാം പറഞ്ഞു. ഈ ഞാൻ പറഞ്ഞു, ഇവരുടെ ഒരു പദ്ധതിക്കായ ഒരു കണ്ടീഷൻ, ഈ ഇദ്ദേഹത്തിന് മരുന്നെടുക്കാൻ പോലും, ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത് തന്നെ മിക്സിയിൽ അരച്ചൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇത് സമയത്ത് ആഹാരം കൊടുക്കണ്ടേ, മരുന്ന് കൊടുക്കണ്ടേ? ഇതൊന്നും പറയുമ്പോഴും അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് എന്താണ്, ഞങ്ങളുടെ മുതലും ഞങ്ങളുടെ പലിശയെല്ലാം കിട്ടണം, കൂട്ടുപലിശ കിട്ടണം, അല്ല ഞങ്ങൾ ഇതിനകത്തൊന്നും മാറാൻ കഴിയില്ല, അതുവരെ അവർ എങ്ങനെയും കഴിഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അറിയേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞാണ് അവർ മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെതിരായ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ അതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ അദ്ദേഹം പറയുന്നത്. നിയമപരമായിട്ട് മുന്നോട്ട് പോകും, കോടതിയിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. പിന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അവരെ സഹായിക്കാൻ ശ്രമിക്കും. ഇതാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ. അപ്പൊ ഇന്ന് രാത്രി ഇപ്പം ഈ വയ്യാത്ത അച്ഛനുണ്ട്, കുട്ടികളുണ്ട്, നിങ്ങളെല്ലാവരും ഉണ്ട്. ഇന്ന് രാത്രി എന്ത് ചെയ്യാനാണ് പ്ലാൻ? എങ്ങനെയാണ് ഇന്നത്തെ ദിവസം കഴിച്ചു കൂടുക? ഞങ്ങൾക്ക് അച്ഛന്റെ മരുന്നെല്ലാം വീടിനകത്താ. അപ്പൊ അച്ഛന്റെ മരുന്നുകളെല്ലാം എടുക്കണം, എൻ്റെ പിള്ളേരുടെ പുസ്തകങ്ങൾ എടുക്കണം. അപ്പം അതിനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഇത് പൂട്ട് പൊളിച്ചകത്ത് കയറുക എന്നൊരു മാർഗമേ ഇപ്പം മുന്നിലുള്ളൂ. പൂട്ട് പൊളിച്ചകത്ത് കയറാനാണ് ആണ്. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഇവർ പറയുന്നത് ഇവർക്ക് സാവകാശം വേണമെന്നാണ്. സാവകാശം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇപ്പം നിലവിലെ കണ്ടീഷൻ ഇവിടെ അസുഖവും ഒക്കെ ഉള്ളത് കാരണം, പിന്നെ മറ്റൊരു സാമ്പത്തിക പ്രശ്നത്തിൽ ഇവർ പറ്റിക്കപ്പെട്ടത് കാരണം നിലവിൽ ഒറ്റയടിക്ക് അവർക്ക് ആ എമൗണ്ട് അടയ്ക്കാനില്ല. അതാണ് ഇവരുടെ യഥാർത്ഥ അവസ്ഥ. അപ്പം സാവധാനം അവർ അടയ്ക്കാമെന്നും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴും അടുത്ത ദിവസം മാനേജരോട് സംസാരിക്കാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. ഇതിന് നല്ല രീതിയിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.